ഗൾഫിലെ ഒരു വ്യവസായി നിസാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നിസാർ, താങ്കൾ എവിടെയാണ് ഗൾഫിൽ? ഞങ്ങൾ ബഹ്റൈനിലാണ്. ഓക്കെ, എന്താണ് അവിടുത്തെ അവസ്ഥ? എന്താണ് ആശങ്കപ്പെടുന്ന പ്രശ്നങ്ങളുണ്ടോ? ബഹ്റൈനിലെ ഇപ്പോൾ 2 ദിവസമായിട്ട് മിനിഞ്ഞാന്നാണ് ഇങ്ങനെ അമേരിക്ക ആദ്യമായിട്ട് ഇറാൻ ആദ്യമായിട്ട് ഇവിടെ ആക്രമണം തുടങ്ങിയത്. ആദ്യമൊക്കെ അമേരിക്കൻ ബേസുകളിലായിരുന്നു. പിന്നെ മിനിഞ്ഞാന്ന് വൈകിട്ടോടുകൂടി ആളുകൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ടവറിലൊക്കെ തുടങ്ങി. ഇന്നലെ പകല് കുറച്ച് ശാന്തമായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഏത് ഭാഗത്താണ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞു വരുന്നുള്ളൂ. എന്തായാലും ഒരു മൊത്തത്തില് ഒരു പ്രശ്നങ്ങളാണ് ഉള്ളത്. യെസ്, അവിടെ ഈ കുവൈറ്റിലും മാത്രം US എംബസിക്ക് നേരെ പോലും ചില നീക്കങ്ങളൊക്കെ ഉണ്ടായതായി വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജനജീവിതം പുറത്തേക്ക് ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ആ തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? അല്ല, അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നമുക്ക് സൈറണുകളും അതുപോലെ മെസ്സേജുകളൊക്കെ ഇവിടുന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. ആളുകളൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷെ സേഫായിട്ട് ഇരിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ലഭിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക, അങ്ങനെ മറ്റുള്ള ലോക്ക്ഡൌൺ ആ രീതിയിലേക്കൊന്നും ആയിട്ടില്ല. ശരി, എന്തായാലും സുരക്ഷിതനായിരിക്കുക നിസാർ. എന്തായാലും അങ്ങനെ ഞങ്ങൾ കരുതുന്നു. എന്തായാലും സുരക്ഷിതനായിരിക്കട്ടെ. ട്രംപിനെതിരെ വോട്ടെടുപ്പിന് നീക്കമെന്നാണ് റിപ്പോർട്ട്. അതായത് ഇപ്പോഴത്തെ ഈ സൈനിക നീക്കമെല്ലാം ട്രംപിന്റെ ഒറ്റയാൾ തീരുമാനമെന്ന് ആ വിമർശനം അമേരിക്കക്കകത്തോട് ഉയരുകയാണ്. അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെ സൈനിക നടപടികൾ നടത്താനുള്ള ട്രംപിനെ നിയന്ത്രിക്കാനുള്ള പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടത്തണമെന്നാണ് ആവശ്യം. ഡെമോക്രാറ്റുകളടക്കം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ നീക്കം തടയാൻ പെന്റഗൺ ശ്രമം ആരംഭിച്ചു. നാളെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ നേതൃത്വത്തിലുള്ള സംഘം US കോൺഗ്രസിൽ അക്രമ സാഹചര്യം വിശദീകരിക്കാനാണ് സാധ്യത. ദേശീയ സുരക്ഷാ കൗൺസിലിലെ സ്റ്റാഫിനെ ഇക്കാര്യം അറിയിച്ചതായും പെന്റഗൺ വ്യക്തമാക്കുന്നു. അജയ് സുധ ബിജു ചേരുന്നു. അജയ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇക്കാര്യത്തിൽ ട്രംപ് ഒറ്റപ്പെടും എന്ന സാഹചര്യമുണ്ടോ? നേരത്തെ തന്നെ ഈ പ്രധാനപ്പെട്ട സൈനിക നടപടികളൊന്നും അമേരിക്കൻ കോൺഗ്രസിനെ അറിയിക്കുന്നില്ല, കൂടിയാലോചനയില്ല എന്ന പ്രശ്നം. ഇപ്പോഴത്തെ ഈ സൈനിക നടപടിയും വിമർശന വിധേയമാവുകയാണോ അമേരിക്കയ്ക്കുള്ളിൽ? തീർച്ചയായിട്ടും ഇത് കടുത്ത രീതിയിൽ ട്രംപിന്റെ വിമർശകർ ഈ വിഷയങ്ങൾ ട്രംപിനെതിരെ വലിയ ആയുധമായിട്ട് എടുത്ത് ഉന്നയിക്കുകയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസമെല്ലാം ഈ ട്രംപിനെതിരെ ന്യൂയോർക്കിലടക്കം പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പല സ്ഥലത്തും ആളുകൾ തടിച്ചുകൂടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണഗതിയിൽ ഇത്തരമൊരു ആക്രമണം നടത്താൻ US തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട ഒരു പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ആദ്യം അത് US കോൺഗ്രസിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ്. US കോൺഗ്രസിൽ പ്രസന്റ് ചെയ്തതിന് ശേഷം വോട്ടിങ്ങിലൂടെ മാത്രമേ ഇത്തരമൊരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ കയറിയതിന് ശേഷം ഇപ്പോൾ ഈ നടത്തിയ ആക്രമണമടക്കം പല കാര്യങ്ങളും ട്രംപ് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കുന്നു എന്നുള്ള വിമർശനമുണ്ടായിരുന്നു. ഇത് ട്രംപിന്റെ എതിരാളികളായിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ മാത്രമല്ല, ട്രംപിന് ഒപ്പമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള ചില അംഗങ്ങൾ കൂടി ഇതേ വിഷയമെടുത്ത് ഉന്നയിക്കുന്നുണ്ട്. അതായത് ട്രംപ് ഈ കോൺഗ്രസിന്റെ ഒരു അംഗീകാരമില്ലാതെയാണ് പല കാര്യങ്ങളും സ്വന്തം നിലയ്ക്ക് ചെയ്യുന്നത്. കോൺഗ്രസിൽ ഇക്കാര്യങ്ങൾ ചർച്ചയ്ക്ക് എടുക്കണം എന്നതാണ് US കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വാദം. ഇപ്പോൾ ഇതിന് ഒരു മറുപടിയായിട്ട് വൈറ്റ് ഹൗസ് പറയുന്നത് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് US കോൺഗ്രസിനെ അറിയിച്ചിരുന്നു എന്നാണ് വൈറ്റ് ഹൗസ് ഒരു മറുപടിയായിട്ട് പറയുന്നത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.